ഒരു ഗുരുവിൻ്റെ റോള് ഞാൻ എടുക്കാറില്ല. പിന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും പഠനത്തിൻ്റെ വെളിച്ചത്തിലും എനിക്ക് ശരിയാണെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ പ്രയോജനപ്പെടുമെന്ന് തോന്നുന്ന കാര്യം ഞാൻ അവരടുത്ത് ഈ വരുന്ന ആളടുത്ത് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഒന്നും അടിച്ചേൽപ്പിക്കാറുമില്ല. പ്രത്യേകിച്ച് ഒരു നിർദ്ദേശമായിട്ട് ഇത് ചെയ്യണ്ട എന്ന് പറയാറുമില്ല. അതിന് കാരണം ഇതാണ്. കാരണം ഓരോ വ്യക്തിയും ഒരു ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടുന്നത് അവരവരുടേതായിട്ടുള്ള ഇൻ്റലിജൻസിനും മെച്യൂരിറ്റിക്കും അനുസരിച്ചിട്ടായിരിക്കും. അപ്പം അതുകൊണ്ട് എൻ്റെ കാഴ്ചപ്പാട് കേൾക്കുന്ന ആൾക്ക് സ്വീകാര്യമാവണമെന്നില്ല, പ്രായോഗികമാവണമെന്നുമില്ല. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മളുടെ ആൾ എന്തെങ്കിലും ഒരു ആവശ്യം പെട്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്താണെന്ന് അറിഞ്ഞ് അതിന് തക്കതായിട്ടുള്ള ഉചിതമായിട്ടുള്ള എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ മൗനമായിട്ടിരിക്കുക, അല്ലെങ്കിൽ വേറെ അടുത്ത് പോയി ചോദിക്കാൻ പറയുക. ഇതാണ് മോസ്റ്റ് സെൻസിബിൾ ആയിട്ടുള്ള കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പം ഞാൻ ഉദ്ദേശിച്ചത് ഈ ഫേസ്ബുക്കുമായുള്ള കാര്യത്തിൽ കുറേ കാലം ഞാൻ മാറി നിന്നതായിരുന്നു. കാരണം ഇതൊരു എന്താ പറയുക, ഒരു വിഴുപ്പലക്കലിൻ്റെ ഒരു അവസ്ഥയിലേക്കാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ മാറിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്, സാധൂകരിക്കാൻ വേണ്ടിയിട്ട് ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും തന്ത്രഗ്രന്ഥങ്ങളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യാഖ്യാനങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഞാൻ നോക്കുന്ന സമയത്ത് ഒരു സാധാരണ ശരാശരി മനുഷ്യനെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ചും എന്താ പറയുക, സംസ്കൃതത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെ തന്ത്രഗ്രന്ഥങ്ങളിലോ അല്ലെങ്കിൽ ഫിലോസഫിയിലോ സൈക്കോളജിയിലോ ഒന്നും വലിയ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് അവരെ അഡ്രസ്സ് ചെയ്യാനായിട്ട് നമ്മളുടെ കൂട്ടത്തിലിരിക്കുന്ന സോക്കോൾ ആൾദൈവങ്ങളോ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ആയിട്ടുള്ള ഫിലോസഫേഴ്സോ കോളേജ് പ്രൊഫസേഴ്സോ അല്ലെങ്കിൽ സൈക്കിയാട്രിക് കൗൺസിലിങ്ങോ ഒന്നും അവർക്കൊന്നും സമയമില്ല. അവർ വന്ന് അഡ്രസ്സ് ചെയ്യാനുള്ള നമ്മുടെ മൂഡില്ല. എന്ന് വെച്ചാൽ ഒരു വ്യക്തി വരുന്ന സമയത്ത് ആ വ്യക്തിക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചും വളരെയധികം ഗൗരവമേറിയതും വളരെയധികം റിയാലിറ്റിയും ഒരു കാര്യമാണ്. ഒരാൾ ഭയമാണ് ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംബന്ധിച്ചും ഭയം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മൊത്തത്തിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നൊരു ഫാക്ടറാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ നമ്മളടുത്ത് ഈ ഭയത്തിൽ നിന്നും വിമോചനം കിട്ടണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെന്താണ് മാർഗം എന്ന് ചോദിച്ചു വരുന്ന സമയത്ത്, ഞാനിപ്പോൾ എന്താ പറയുക, സൈക്കോളജിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു എന്താ പറയുക പുരാണങ്ങളിലോ ഇതിഹാസങ്ങളിലോ ഭഗവത്ഗീതയിലോ ബ്രഹ്മസൂത്രത്തിലോ ഒക്കെ ഉള്ള എന്തെങ്കിലും ഒരു കോട്ടിങ് പറഞ്ഞിട്ട് ഭയം എന്താണ്, എങ്ങനെ ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞ് ബൽപ്പിച്ചിട്ട് എന്ത് കാര്യം? അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം വളരെ അർജൻറ്റായിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. ആ ഇഷ്യൂവിനെ നമ്മൾ ഇൻ്റലക്ച്വലൈസ് ചെയ്തിട്ട് അതിനൊരു പരിഹാരം പറഞ്ഞു കൊടുക്കുന്നത് എത്രത്തോളം പ്രായോഗികമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ഇഷ്ടം പോലെ പുസ്തകങ്ങളും അതിൻ്റെ വ്യാഖ്യാനങ്ങളും അങ്ങനെ പോകുന്നു നമ്മളുടെ ഇത്. പക്ഷേ ഈ ഇത്രയും പുസ്തകങ്ങളുണ്ടായിട്ടും, ഇത്രയും ആചാര്യന്മാരുണ്ടായിട്ടും, ഇത്രയും ക്ഷേത്രങ്ങളുണ്ടായിട്ടും, ഇത്രയും പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും എത്ര മനുഷ്യൻ ജനിച്ചു മുതൽക്കുണ്ടാകുന്ന അതേ വിചാരങ്ങൾ ഇന്നും നമ്മളുടെ നിലയിൽ ഇന്നും അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. അന്നും ഭയം എന്നുള്ളൊരു ഫാക്ടർ ഉണ്ടായിരുന്നു, ജലസി എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ടായിരുന്നു, അസൂയ എന്നുള്ളൊരു ഫാക്ടർ ഉണ്ടായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. ഭയത്തിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവും. അന്നത്തെ കാലത്ത് ചിലപ്പോൾ പ്രകൃതിയെ പേടിച്ചിട്ടുണ്ടാവും, ഇടിയോ മിന്നലോ പേടിച്ചിട്ടുണ്ടാവും. ഇന്നത്തെ കാലത്ത് ഒരു
ബാലിസ്റ്റിക് മിസൈലിനെയോ അല്ലെങ്കിൽ ഒരു ആറ്റമിക് ബോംബിനെയോ ഒക്കെ ആയിരിക്കും ആൾക്കാരെ പേടിക്കുന്നത്. പക്ഷെ ഭയം എന്നുള്ള ഫാക്ടർ അടിസ്ഥാനപരമായിട്ട് അന്നും ഇന്നും നിലനിൽക്കുന്നുണ്ടെന്നുള്ള സത്യം. അപ്പോൾ ഇന്ന് വരെ നമ്മൾ വായിച്ചു വെച്ചതും അല്ലെങ്കിൽ എഴുതപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള, അത് പുരാണങ്ങളാണെങ്കിൽ ശരി, വേദങ്ങളാണെങ്കിൽ ശരി, എന്തുവാണെങ്കിലും ശരി, എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ആത്യന്തികമായിട്ട് മനുഷ്യൻ്റെ ലിമിറ്റേഷൻസിനെയോ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ സോൾവ് ചെയ്തതായിട്ട് ഞാൻ കാണുന്നില്ല. താൽക്കാലികമായിട്ടുള്ള, ഇതിപ്പോൾ ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ ഒരു പാരസെറ്റമോൾ വാങ്ങിച്ച് കഴിക്കുന്ന ഇഫക്റ്റ് ചിലപ്പോൾ അവർ കൊടുത്തുനിന്ന് വരുമായിരിക്കും. പക്ഷേ ആത്യന്തികമായിട്ട് തലവേദന ഇല്ലാതാവുന്നില്ല. അതേമാതിരി തന്നെയാണ് മനുഷ്യൻ്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ, പ്രത്യേകിച്ചും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ. ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഇന്ന് ശാസ്ത്രം വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട്. അവർ ഡോക്ടർമാരുടെ അടുത്ത് പോകണം, ചികിത്സ തേടാം. പക്ഷെ മാനസികമായിട്ടുള്ള രോഗത്തിന് അല്ലെങ്കിൽ അസ്വസ്ഥതയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡയഗ്നോസിസോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ലെവലോ ഇന്ന് അവൈലബിൾ അല്ല എന്നുള്ളതാണ് സത്യം. മനസ്സൊന്നാണെങ്കിലും ഇപ്പോൾ ഫിയർ എന്നുള്ളൊരു ഫാക്ടർ, അതിപ്പോൾ ഇന്ത്യയിലുള്ള ഫിയർ ആണെങ്കിലും ശരി, ഇനി അമേരിക്കക്കാരനുള്ള ഫിയർ ആണെങ്കിലും ശരി, ഇനി ആഫ്രിക്കക്കാരനാണെങ്കിലും ശരി, ഭയം എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. പക്ഷേ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളത് ഓരോ വ്യക്തിയുടെയും ദേശകാല അടിസ്ഥാനമാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ മെച്യൂരിറ്റിയും അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെയും കോൺസെപ്ച്വലായിട്ടുള്ള അപ്രോച്ചുമാണ് നമ്മളതിനെ സ്വീകരിക്കേണ്ടത്. എന്നുവെച്ചാൽ അമേരിക്കക്കാരനുണ്ടാകുന്ന ഭയത്തിന് അമേരിക്കൻ രീതിയിൽ തന്നെയായിരിക്കണം നമ്മൾ അതിന് പരിഹാരം കാണേണ്ടത്. അല്ലാതെ നമ്മളിപ്പോൾ ഭയം മാറ്റാനായിട്ട്, അമേരിക്കക്കാരൻ്റെ ഒരു ഭയം മാറ്റാനായിട്ട് നമ്മളുടെ ഇന്ത്യൻ ഫിലോസഫി അനുസരിച്ചിട്ടുള്ള ചില ദേവതകളൊക്കെ നിങ്ങൾ ഇപ്പോൾ വനദുർഗ മാതിരിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പൂജയൊക്കെ ചെയ്തിട്ട് മാറ്റാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. കാരണം അത് അവരുടെ പ്രോഗ്രാമിങ്ങിൽ പെട്ട കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ അറിവ് എത്രത്തോളം നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. തീർച്ചയായിട്ടും സയൻസ് എന്നുള്ളത്, അതിൽ ഭൗതികമായിട്ടുള്ള സയൻസ്, അത് കെമിസ്ട്രി ആണെങ്കിൽ ശരി, ഫിസിക്സ് ആണെങ്കിൽ ശരി, ആസ്ട്രോഫിസിക്സ് ആണെങ്കിൽ ശരി, അതിനൊക്കെ തന്നെ ആവശ്യത്തിലകം നമ്മൾ പുരോഗമിച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ ഹയസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആവശ്യകതയെപ്പറ്റിയോ അതിൻ്റെ ഉപയോഗത്തെ പറ്റിയോ ഒന്നും ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. അതൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് അത് ആവശ്യമാണ്. പക്ഷേ താൻ എന്തെന്നറിയണം എന്ന ഒരു ഫാക്ടറുണ്ട്. അതിനെയാണ് നമ്മൾ ആധ്യാത്മിക തലങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് ആത്മജ്ഞാനം, സെൽഫ് നോളജ്, എൻലൈറ്റൻമെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റി വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, താൻ എന്തെന്നറിയാതെ താൻ ഇവിടെ എന്താണ് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി ഒരു ബോധം നമുക്ക് കിട്ടില്ല. എന്നുവെച്ചാൽ ടെക്സ്റ്റുകളെല്ലാം നമ്മൾ സ്വധർമ്മം അനുഷ്ഠിക്കാൻ പറയുന്നുണ്ട്. എന്നാൽ സ്വധർമ്മം എന്താണെന്ന് പുസ്തകങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഈ ധർമ്മം ആചരിക്കണം എന്നുള്ള പുസ്തകത്തിലും അവർ പറഞ്ഞിരിക്കുന്നത് ധർമ്മത്തിനെ നിർവചിച്ചിട്ടില്ല. അതിനർത്ഥം എന്താ വെച്ചാൽ അങ്ങനെ ഒരു നിശ്ചിതമായിട്ടുള്ള പ്രോഗ്രാമഡായിട്ടുള്ള ഒരു ധർമ്മം ഇല്ല എന്നുള്ളതാണ് സത്യം. അത് ദേശകാലത്തിനനുസരിച്ചിട്ട്, സന്ദർഭത്തിനനുസരിച്ചിട്ട് ഒരു വ്യക്തിയുടെ കഴിവും അവൻ്റെ അറിവും ആശ്രയിച്ചിട്ടായിരിക്കും ഒരു കർമ്മം നമ്മൾ ചെയ്യാൻ തീർക്കുക. ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാൽ അടിസ്ഥാനപരമായിട്ട് ഒരു കർമ്മം പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ അത് ഏത് കർമ്മമായിക്കോട്ടെ, ആ കർമ്മം പൂർത്തീകരിക്കുമ്പോഴാണ് ധർമ്മം അനുഷ്ഠിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരിക. അപ്പോൾ ധർമ്മം എന്നുള്ള വാക്കിനർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് ഏതൊന്നാണോ എല്ലാത്തിനെയും ഒന്നിച്ച് ചേർത്തി നിർത്തി ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരവസ്ഥയിൽ നിർത്തുന്നു, അത് ധർമ്മം. എന്ന് വെച്ചാൽ ഒരു വളരെ പർട്ടിക്കുലർ ഒരു ഉദാഹരണം പറയുകയാണ്. നമ്മളിപ്പോൾ ഒരു കർമ്മം ചെയ്യുന്ന സമയത്ത്, ആഗ്രഹത്തിന് ബേസ് ചെയ്തിട്ടൊരു കർമ്മം ചെയ്യുന്ന സമയത്ത് മനസ്സാണ് അതിൽ പ്രാധാന്യമായിട്ട് വരുന്നത്. ഇമോഷൻസ് സെക്കൻഡറി വരും. തേർഡാണ് ഫിസിയോളജിക്കൽ ലെവലിലുള്ള എക്സ്പ്രഷൻ. അപ്പോൾ ഇതിൽ സാധാരണഗതിയിൽ നോക്കുമ്പോൾ ഈ മനസ്സും ഇമോഷൻസിനും
ബോഡിക്കും ഒരു ഒരു സിങ്ക്രണൈസേഷൻ നടക്കാതെ ഓരോന്നും ഓരോ തലത്തിൽ നിന്നുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് എന്താ വെച്ചാൽ കർമ്മം പൂർത്തീകരിക്കപ്പെടുന്നില്ല. ഇപ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതിനെ അതിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള പ്രോപ്പറായിട്ടുള്ള ഇമോഷണൽ ലെവലിൽ നോക്കുന്ന സമയത്ത് അതിന് കുറവായിരിക്കും. പിന്നെ അത് സ്വാഭാവികമായിട്ടും ഭൗതിക തലത്തിൽ അതിനെ പ്രകടിപ്പിക്കാനുള്ള ശ്രമം എന്നുള്ള നിലയ്ക്ക് നോക്കുമ്പോൾ അത് വീണ്ടും കുറയും. അപ്പോൾ ഉദ്ദേശം വെച്ച് നോക്കുമ്പോൾ മാനസികമായിട്ടുള്ള ലെവലിൽ നിന്ന് നോക്കുമ്പോൾ ഇമോഷനിലും ഫിസിക്കൽ ബോഡിക്കും വരുന്ന സമയത്ത് അത് പ്രൊപ്പോർഷൻ കുറഞ്ഞു വരുന്നതുകൊണ്ട് ഈ കർമ്മം പൂർത്തീകരിക്കപ്പെടാതെ തൻ്റെ മനസ്സിൽ തന്നെ ഒന്നിൽ അബോധ മനസ്സിലായിരിക്കാം, അല്ലെങ്കിൽ ഉപബോധ മനസ്സിലായിരിക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇതിങ്ങനെ റെസിഡ്യൂവായിട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെട്ട് വെച്ചിരിക്കും. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഈ ടെക്നിക്കൽ ടേംസിൽ പറഞ്ഞ പ്രാരബ്ധം എന്ന് പറയാം.